വിളിച്ചിട്ട് വന്നില്ല എന്ന കാരണത്താൽ വളർത്തുനായയെ ഉടമ ശരീരമാകെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇടുക്കി തൊടുപുഴയിലാണ് വളർത്തുനായയ്ക്ക് ഉടമയുടെ ക്രൂര മർദ്ദനമേറ്റത്. തെരുവിൽ ഉപേക്ഷിച്ച നായയ്ക്ക് അഭയമായത് അനിമൽ റെസ്ക്യൂ ടീമാണ്. വഴിയാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് റെസ്ക്യൂ ടീം അംഗങ്ങളായ കീർത്തിദാസ്, ഓമന എന്നിവർ സ്ഥലത്തെത്തിയത്. ദേഹമാസകലം മുറിവേറ്റ നിലയിലായിരുന്നു വളർത്തുനായ. നായയുടെ യഥാർത്ഥ ഓണർ തന്നെയാണ് നായയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുള്ളതെന്നാണ് പരിസരവാസികളും കണ്ട ദൃക്സാക്ഷികളും ഉണ്ട് അവരും പറഞ്ഞത്. അപ്പം ഇതിനു മുമ്പും ഇതുപോലെ പലവട്ടം അയാളിങ്ങനെ മൃഗങ്ങളെ ആക്രമിക്കാനുള്ള ടെൻഡൻസി കാണിച്ചിട്ടുള്ളതായിട്ടും അവർ പറഞ്ഞിട്ടുണ്ട്. നായയെ ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. മൂവാറ്റുപുഴ ഫെലിക്കൺ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് നമ്മുടെ താൽക്കാലിക അഭയകേന്ദ്രത്തിൽ ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്, അവിടേക്ക് കൊണ്ടുവന്നാണ് നായയെ സംരക്ഷിക്കുന്നത്. സംഭവത്തിൽ നായയുടെ ഉടമയായ ഷൈജു തോമസിനെതിരെ തൊടുപുഴ പോലീസിൽ റെസ്ക്യൂ ടീം പരാതി നൽകി. ശക്തമായ നിയമ നടപടി വേണം. നായയെ മാത്രമല്ല ഏത് മൃഗത്തിനാണെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്നിടത്തോളം കംപ്ലൈന്റ് കൊടുക്കും. പിന്നെ നിയമത്തിന്റെ പരിരക്ഷ എപ്പോഴും അവർക്ക് കിട്ടുന്ന തുച്ഛമായ എന്തെങ്കിലും ഒരു പെറ്റി അടച്ച് രക്ഷപ്പെടുക, അതാണ്. തെരുവിൽ അലഞ്ഞു തിരിയുന്നതും ഉടമകൾ ഉപേക്ഷിച്ചതുമായ മൃഗങ്ങൾക്ക് മതിയായ രീതിയിൽ ജില്ലയിൽ അഭയകേന്ദ്രമോ ചികിത്സാ സൗകര്യങ്ങളോ ഇല്ലെന്നും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കണമെന്നും റെസ്ക്യൂ ടീം വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.